സ്പിരിറ്റ് എന്തിടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ ഞാൻ കാണിച്ചുതരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. ഒടുക്കത്തെ ബുദ്ധിയല്ലേ? അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. ഇവിടെ വാട്ടറിന് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയില്ലേ, അത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് സോളിഡ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി എടുക്കുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ഇത് ഓരോ സബ്സ്റ്റൻസിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വാട്ടറിന് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതേപോലെ സ്പിരിറ്റിന്റെ കേസിൽ അത് -112 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചറും കൂടിയുണ്ട്, ബോയിലിംഗ് പോയിന്റ്. ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഗ്യാസ് ആക്കി മാറ്റാനായിട്ട് എടുക്കുന്ന ടെമ്പറേച്ചർ, അതിനെ നമ്മൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ടർ എടുക്കാം നമുക്ക്. വാട്ടർ ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആവാനായിട്ട് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ.